നിങ്ങൾ സിറ്റികളിലുള്ള പ്രീമിയം ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണേണ്ട കാര്യമില്ല, ഉറപ്പായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. അതല്ല നിങ്ങൾ നാട്ടിൻപുറത്തെ ജിമ്മുകളിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ദയവായി ഒന്ന് കണ്ടിരിക്കുക. മിക്കവാറുമുള്ള ജിമ്മുകളിൽ, എൻ്റെ നാട്ടിലും, ഞാനൊരു നാട്ടിൻപുറത്തുകാരനാണ്, നാട്ടിലുള്ള ജിമ്മിൽ ഞാൻ മുമ്പ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ മിക്ക ജിമ്മുകളിലും ഉള്ള ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടുത്തെ കീ പൂട്ടിയിട്ട് എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കും. ആദ്യം വരുന്ന ആളിനെ അറിയായിരിക്കും ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊടുത്തേക്കും, അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ തുറക്കാറുണ്ട്. അല്ലെങ്കിൽ രാവിലെ ഏറ്റവും ആദ്യം വരുന്ന ഒരാളിൻ്റെ കയ്യിൽ കീ കൊടുത്ത് വിടും, അവർ വന്ന് തുറന്ന് ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വന്ന് തുറന്ന് തന്നിട്ട് അയാൾ അങ്ങ് പോവും, ആദ്യം വരുന്ന ആൾ വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെയാണ് ആ ഒരു രീതി പോകാറുള്ളത് മിക്ക സ്ഥലങ്ങളിലും. അപ്പോൾ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിലും, നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും, നമുക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിലും, നമ്മൾ ജിമ്മ് പോലുള്ള ഒരു സ്ഥലത്ത് പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ രാവിലെ 5 മണി, എനിക്കും പണ്ട് പറ്റിയിട്ടുള്ളതാണ്. ഞാനും 5 മണിക്ക് ചെല്ലുമ്പോൾ ആരും കാണൂല, അപ്പോൾ വളരെ സന്തോഷമാണ്, ആരെയും ശല്യമില്ല, ചെയ്യാമെന്ന് പറഞ്ഞ് ഓടി നടന്ന് ചെയ്യും. ആക്ച്വലി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കുറച്ച് ദിവസം മുമ്പ് ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരാൾ വർക്കൗട്ട് ചെയ്തപ്പോൾ, ഒറ്റയ്ക്ക് രാവിലെ വർക്കൗട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കാർഡിയാക് അറസ്റ്റ് വന്ന് മരിച്ചുപോയി. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കാർഡിയാക് അറസ്റ്റ് ഒന്നും വരാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചാൽ പോലും, നമ്മളൊരു വലിയ വെയിറ്റ് ഇട്ട് ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ, മനുഷ്യനാണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി വരാം. നമ്മുടെ ഷോൾഡർ ഒന്ന് ഡിസ്ലൊക്കേറ്റ് ആയി, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ജോയിൻ്റ് ഒന്ന് ഡിസ്ലൊക്കേറ്റ് ആയി, ഏതെങ്കിലും ഒരു വെയിറ്റ് വന്ന് നമ്മുടെ പുറത്തോട്ട് വീണു, ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ആരും കാണത്തില്ല. നമ്മുടെ എസ്കേപ്പ് ചെയ്യാനുള്ള, നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഗോൾഡൻ അവേഴ്സ് മൊത്തം അവിടെ സ്കിപ്പായി പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഒരു കാരണവശാലും ജിമ്മുകളിൽ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്ത് ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ കൂടെ ആ സമയത്ത് ജിമ്മിലുണ്ടെങ്കിൽ മാത്രമേ വർക്കൗട്ട് ചെയ്യാവൂ. ഇനി നിങ്ങൾ ആദ്യമേ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാമപ്പൊക്കെ ചെയ്ത് ലൈറ്റായിട്ട് നിൽക്കുക. ഏതെങ്കിലും ഒരാൾ വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രം ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടിലേക്ക് കിടക്കുക.